ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് നെർസോ 30 പ്രോ. പ്രോബ്ലം ചാർജ് കയറുന്നുണ്ട്, ബട്ട് സ്വിച്ച് ഓൺ ആവുന്നില്ല. പവർ സെക്ഷൻ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ സ്വിച്ചിന് മുകളിലെ ക്യാപ്പ് ഡാമേജ് ആയി കിടക്കുന്നത് കൊണ്ട് സ്വിച്ച് തന്നെയാണ് പ്രോബ്ലം എന്ന് മനസ്സിലാകാം. എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്വിച്ച് ചേഞ്ച് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നാം നോക്കുന്നത്. ഇതേപോലെ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് സ്വിച്ച് റിമൂവ് ചെയ്യാറ്. പലർക്കും പല രീതിയാണ് എളുപ്പമെങ്കിലും ഈ ഒരു രീതിയിൽ ഇതേപോലെ നീറ്റ് ആൻഡ് ക്ലീനിൽ നമുക്ക് സ്വിച്ച് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി 4 ലെഗ് സ്വിച്ച് ആണോ 2 ലെഗ് സ്വിച്ച് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഓൺ ഓഫ് സ്ട്രിപ്പ് നോക്കുമ്പോൾ തന്നെ ലൈൻ മനസ്സിലാകുന്നത് കൊണ്ട് ഇത് 4 ലെഗ് സ്വിച്ച് ആണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ചിലതിൽ ഇതേമാതിരി ലൈൻ കാണുകയില്ല. അത് നാം ചെക്ക് ചെയ്ത് തന്നെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിന് മൾട്ടിമീറ്റർ ബസർ മോഡിൽ ഇട്ടതിന് ശേഷം സ്വിച്ചിന്റെ ഈ ഒരു ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂറ്റി ഇല്ല, ബസർ അടിക്കുന്നുമില്ല. നേരെ ഓപ്പോസിറ്റ് ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂറ്റി ഉണ്ട്, ബസർ അടിക്കുന്നുണ്ട്. അതിനർത്ഥം ഇത് 4 ലെഗ് സ്വിച്ച് ആണെന്ന് മനസ്സിലാകാം. ഇതേപോലെ മറ്റൊരു രീതിയാണ് ബാറ്ററി കണക്ട് ചെയ്തതിന് ശേഷം ട്യൂസർ ഉപയോഗിച്ച് ഒരു ഭാഗം നാം ഷോർട്ട് ചെയ്യുമ്പോൾ മൊബൈൽ ഓൺ ആവുന്നില്ല. നേരെ ഓപ്പോസിറ്റ് ഷോർട്ട് ചെയ്യുമ്പോൾ മൊബൈൽ ഓൺ ആവുന്നുണ്ട്. അതിനർത്ഥം ഇത് 4 ലെഗ് സ്വിച്ച് ആണെന്ന് മനസ്സിലാകാം. ഇനി സ്വിച്ച് എടുക്കുമ്പോൾ ഈ ഒരു സ്വിച്ച് നമുക്ക് എളുപ്പത്തിൽ 2 ലെഗ് ആണെന്ന് മനസ്സിലാകും. ഈ ഒരു സ്വിച്ചും നമുക്ക് ഏകദേശം 2 ലെഗ് ആണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെ വരുന്ന സ്വിച്ച് 2 ലെഗും വരുന്നുണ്ട്, 4 ലെഗും വരുന്നുണ്ട്. അത് ഐഡന്റിഫൈ ചെയ്യാൻ നാം മൾട്ടിമീറ്റർ ബസർ മോഡിൽ ഇട്ടതിന് ശേഷം ഒരു ഭാഗത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ബി പഠിക്കുന്നില്ല. നേരെ അപ്പുറത്ത് ചെക്ക് ചെയ്യുമ്പോൾ ബി പഠിക്കുന്നുണ്ട്. ഇത് 4 ലെഗ് ആണെന്ന് മനസ്സിലാകും. ഈ ഒരു ഭാഗത്ത് മാത്രമേ ഞാൻ സോൾഡർ ചെയ്യാറുള്ളൂ. മറുഭാഗത്ത് UV ഗം ഉപയോഗിച്ച് ഫിറ്റ് ചെയ്യാറാണുള്ളത്. എന്നാൽ ഷോർട്ട് ആവുകയുമില്ല, പ്രോപ്പറായി വർക്കാവുകയും ചെയ്യും.